Hi, good morning everyone. Today we are going to study about another class of the refrigeration and air conditioning, class number 8. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓണൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന പോർഷൻസ് എന്ന് പറയുകയാണെങ്കിൽ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസും. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് COPനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 പ്രോബ്ലംസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിവേഴ്സ് കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് പറയാം. അതിൻ്റെ 1-2 പ്രോബ്ലംസും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോർഷൻസിലേക്ക് പോകാം. സോ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുറേ പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. സോ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കാം. ഓക്കെ, സോ എക്സാമ്പിൾ നമ്പർ 3. An ice plant has been set up for producing 2000 kg of ice per hour at minus 10 degrees centigrade from water available at room temperature of 25 degrees centigrade. Determine the refrigerating effect and the tonnage required and the power rating of the compressor if coefficient of the performance of the plant is 3.2 and the overall electromechanical efficiency is 85%. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട്. ഈ ഐസ് പ്ലാന്റിന് അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2000 കിലോഗ്രാം ഓഫ് ഐസ് ഒരു മണിക്കൂറിൽ ഉണ്ടാക്കണം. 2000 കിലോഗ്രാം ഓഫ് ഐസ് പെർ ഹവറിൽ നമുക്ക് ഉണ്ടാക്കണം, അത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അതിൽ തന്നിരിക്കുന്നത് ആ ഐസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം 0 ഡിഗ്രി ഐസ് ഉണ്ട്, 5 ഡിഗ്രി ഐസ് ഉണ്ട്, -10 ഡിഗ്രി ഐസ് ഉണ്ട്, 20 ഡിഗ്രി ആയാലും ഐസ് തന്നെയാണ് വാട്ടർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഐസ് ഉണ്ടാവണം. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് വാട്ടറിൽ നിന്നാണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള ഒരു വാട്ടർ. ആ വാട്ടറിന് വാട്ടറിനും ഓൾറെഡി 25 ഡിഗ്രി ടെമ്പറേച്ചർ തന്നെയായിരിക്കും. ഓക്കെ, സോ ആ ഒരു 25 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള വാട്ടറിൽ നിന്ന് അതിനെന്ത് ചെയ്യണം, നമ്മൾ -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ടണ്ണേജ് എത്രയാണ് ആവശ്യമുള്ളത്. അത് കൂടാതെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കംപ്രസറിൻ്റെ പവർ റേറ്റിംഗ് എത്രയാണ്. ഇഫ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് തന്നിരിക്കുന്നത് 3.2ഉം ഓവറോൾ ഇലക്ട്രോ മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിരിക്കുന്നത് 85% ആണെങ്കിൽ നമ്മുടെ COP, അതായത് പവർ റേറ്റിംഗ് ഓഫ് കംപ്രസർ, ഓക്കെ, എന്താണ്. COPയും അതുപോലെ തന്നെ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അതിൻ്റെ കംപ്രസറിൻ്റെ പവർ റേറ്റിംഗും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് തന്നിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് 4.18 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് ഒരു കിലോഗ്രാം നമ്മൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ആ ഒരു കിലോഗ്രാമിനെ നമുക്ക് 1 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് ചേഞ്ച് ചെയ്ത് മാറ്റണമെങ്കിൽ നമുക്ക് ഏകദേശം 4.18 കിലോ ജൂൾസ് ഓഫ് ഹീറ്റ് എനർജി ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിനെ 1 ഡിഗ്രി ടെമ്പറേച്ചറിനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1 ഡിഗ്രി ടെമ്പറേച്ചറിന് നമ്മൾ ഒരു വാട്ടറിൽ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4.18 കിലോ ജൂൾസ് ഓഫ് എനർജി നമ്മൾ അതിലേക്ക് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുകയോ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25 ഡിഗ്രി ടെമ്പറേച്ചറിനെ 24 ഡിഗ്രി ടെമ്പറേച്ചറാക്കി മാറ്റണമെങ്കിൽ 1 ഡിഗ്രി എടുത്തിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് 4.18 കിലോ ജൂൾസ് ഓഫ് എനർജി നമ്മൾ അതിൽ നിന്ന് എടുക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എൻതാൽപ്പി ഓഫ് സോൾഡിഫിക്കേഷൻ ഓഫ് ഐസ് അറ്റ് ആസ് 335 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതും ഇതുപോലെ തന്നെ, അതായത് ഐസ് സോളിഡായി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ്, അതിൻ്റെ ചൂട്, അതായത് അതിൽ നിന്ന് എത്ര 335 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഒരു കിലോഗ്രാമിൽ നിന്ന് 335 കിലോ ജൂൾസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് സോൾഡായി മാറും. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് ബിലോ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഈസ് 2.1 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഐസ് എന്ന് പറയുന്നത് ആ ഐസ് 0 ഡിഗ്രിയിൽ നിന്ന് താഴോട്ടേക്ക് പോകുമ്പം ഓരോ ഡിഗ്രിയിലേക്കും നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചറിന് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ 2.1 കിലോ ജൂൾസ് ഓഫ് 1 കിലോഗ്രാമിൽ നിന്ന് എടുത്ത് നമ്മൾ മാറ്റണം. അതായത് -1ൽ നിന്ന് -2ലേക്ക് ആക്കണമെങ്കിൽ 2.1 കിലോ ജൂൾ പെർ കിലോഗ്രാമിൽ എടുത്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റാണ്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ റിമൂവൽ ഓഫ് ഹീറ്റാണ്. ആക്ച്വലി റിമൂവൽ ഓഫ് ഹീറ്റാണ്. അപ്പോൾ ഈ വാട്ടറിൽ, ഇപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമുക്കറിയാം 25 ഡിഗ്രി ടെമ്പറേച്ചർ വാട്ടർ ഉണ്ട്. ഈ വാട്ടറിൽ നിന്ന് -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ഐസ് ആക്കിയായിട്ട് നമ്മൾ ഇതിനെ മാറ്റണം. സോ വി ഹാവ് ടു റിമൂവ് 25 degree temperature of water, the heat of that amount of heat
from 25 degree temperature to minus 10 degree temperature. For that, you know that what is the stages, അവിടെ ഉണ്ടാകുന്ന സ്റ്റേജസ് ആദ്യം നമുക്ക് അറിയണം. അതായത് ആദ്യം വാട്ടർ 25 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള വാട്ടർ ഉണ്ട്. ഈ വാട്ടറിൽ നിന്ന് ഐസായി മാറുന്ന സമയത്ത് there is a 3 സ്റ്റേജസ് അവിടെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് 25 നിന്ന് 0 ഡിഗ്രി വാട്ടറായി മാറും. പിന്നെ 0 ഡിഗ്രി വാട്ടറിൽ നിന്ന് 0 ഡിഗ്രി ഐസായി മാറും. പിന്നെ 0 ഡിഗ്രി ഐസിൽ നിന്ന് മൈനസ് 10 ഡിഗ്രി ഐസായി മാറും. ഓക്കെ, അപ്പോൾ 3 സ്റ്റേജ് അവിടെ നടക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഈ 3 സ്റ്റേജസാണ് ഇവിടെ നമുക്ക് താഴത്ത് ഫോർമുലയായിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ആദ്യം വരുന്നത് സെൻസിബിൾ ഹീറ്റാണ്. സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് 25 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് വാട്ടറിനെ. അപ്പോൾ അവിടെ നടക്കുന്നത് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റാണ് അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ സ്പെസിഫിക് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നമ്മൾ അതിനെ ഹീറ്റിനെടുത്ത് മാറ്റാണ്. 25ൽ നിന്ന് 0യിലേക്ക് ആക്കി മാറ്റാണ് വാട്ടറിനെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് MCCP × ΔT. അവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ഈ ഫോർമുല ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ ഫോർമുല ഇതാ MCPW × ΔT എന്ന് പറയുന്ന ഫോർമുല, ഫസ്റ്റ് ഫോർമുല. ഈ ഫോർമുലയിൽ പ്രകാരം മാസ് എം എന്ന് പറയുന്ന മാസ് ഓഫ് ദി എത്രയാണ് ക്വാണ്ടിറ്റി, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് ആ ക്വാണ്ടിറ്റി. അതുകൂടാതെ CP ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 25 ഡിഗ്രി ഓഫ് വാട്ടറിൽ നിന്ന് 0 ഡിഗ്രി വാട്ടറിൽ തന്നെയാണ്. സോ CP ഓഫ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് വാട്ടർ. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓഫ് വാട്ടർ ഈസ് നമ്മൾ എടുക്കുന്നു. അതുകൂടാതെ ഇൻറ്റു ΔT പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് 25 അതുപോലെ തന്നെ 0, ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ΔT ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ. സോ എം പറഞ്ഞ മാസ് 2000 × 4.18 × 25 - 0. രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൻതാൽപ്പി, അതായത് അതിൻ്റെ ഫേസ് ചേഞ്ച് ആണ് നടക്കുന്നത്. രണ്ടാമത്തെ ഹീറ്റ് എന്ന് റിമൂവൽ എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച്. അതായത് 0 ഡിഗ്രി ഐസിൽ നിന്ന് അതായത് 0 ഡിഗ്രി വാട്ടറിൽ നിന്ന് നമ്മൾ 0 ഡിഗ്രി ഐസാക്കി മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 0 ഡിഗ്രി വാട്ടറിൽ നിന്ന് 0 ഡിഗ്രി ഐസാക്കി മാറ്റുമ്പോൾ നമുക്ക് എന്താണ് അവിടെ അതായത് എൻതാൽപ്പി ഹീറ്റ് സ്പെസിഫിക് എൻതാൽപ്പി ഹീറ്റാണ് നമ്മളവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത്. സോ ദാറ്റ് മീൻസ് M × L എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, M × L എന്ന് പറയുന്ന ഫോർമുല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഇൻറ്റു അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ലേറ്റൻറ്റ് ഹീറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് 335 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെസിഫിക് ഹീറ്റാണ്. അപ്പോൾ M എന്ന് പറയുന്നത് 2000. സോ 2000 × എത്രയാണ് 335. അതാണ് രണ്ടാമത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ. സോ 2000 × 335. ഇനി അടുത്ത മൂന്നാമത് തന്നിരിക്കുന്നതാണ് നമ്മളോട് ആ ഒരു ഐസിൽ നിന്ന് തന്നെ 0 ഡിഗ്രിയിൽ നിന്ന് -10ലേക്ക് ആക്കി മാറ്റാം. സോ അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് MCP ഓഫ് ΔT എന്ന് പറയുന്ന ഫോർമുലയാണ്. പക്ഷേ ഇവിടെ ഒരൊറ്റ ഐസിൽ നിന്ന് ഇവിടെ ΔT ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്കറിയാം ഇവിടെ -10 ആണ്. അപ്പം ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് 0 -10 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഏകദേശം എന്താകും, അത് രണ്ടും ആഡ് ആവുന്നു. അങ്ങനെ ടോട്ടലി നമുക്ക് എന്ത് കിട്ടുന്നു ഇവിടെ ഈ ഫോർമുലയിൽ അവസാനം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് 9,21,000 കിലോ ജൂൾ പെർ ഹവറാണ്. അതായത് ഒരു ഹവറിൽ നിന്ന് 9,21,000 ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, 9,21,000 കിലോ ജൂൾസ് ഓഫ് ഹീറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം ഒരു മണിക്കൂറിൽ നിന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ പറഞ്ഞമാതിരി ആ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത്രയും ഐസ് -10 എന്ന് പറയുന്ന -10 എന്ന ഡിഗ്രിയിലുള്ള ഐസിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ വി ഹാവ് ടു റിമൂവ് ദിസ് -9,21,000 കിലോ ജൂൾസ് പെർ ഹവർ. ഓക്കെ, പെർ ഹവർ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം കിലോ വാട്ട്സിലേക്ക് നമുക്ക് മാറ്റണമെങ്കിൽ, ടണ്ണിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് അതിനെ കിലോ ജൂൾ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, ഹവറിലതിനെ സെക്കൻഡിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 3600 ചെയ്യാം. ക്ലിയർ. 3600ലേക്ക് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുക. കാരണം 1 hour എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്, 3600 സെക്കൻഡ്സ് ആണ്. സോ ദാറ്റ് ഇസ് വൈ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡഡ് ബൈ 3600 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 225.8 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. 225.8 കിലോ ജൂൾ പെർ സെക്കൻഡ്. ഇനി നമുക്കറിയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 225.8 കിലോ ജൂൾ പെർ സെക്കൻഡാണ് ടോട്ടലി നമുക്ക് വേണ്ടത്. അതായത് ഒരു ഹവറിൽ ഒരു സെക്കൻഡിൽ നമുക്ക് ഇത്രയും കിലോ ജൂൾസ് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം.
അപ്പോൾ ഇതിനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിലോ വാട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 1 ടൺ വിച്ച് ഈസ് ഈക്വൽ ടു 3.5 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. അപ്പോൾ 225.8 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണെങ്കിൽ അത് എത്ര ടൺ ആയിരിക്കും? സോ ആസ് പെർ ദ ടണ്ണേജിൽ നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് 225.8 ഡിവൈഡ് ബൈ 3.5 വിച്ച് ഈസ് ഈക്വൽ ടു 73.09. സോ ദാറ്റ് മച്ച് ടണ്ണേജ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്. 73.09 ടണ്ണുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻക്ലൂഡ് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിൽ നിന്ന് നമുക്ക് 2000 പെർ ഹവറിൽ 2000 കിലോഗ്രാം ഓഫ് ഐസ് നമുക്ക് പെർ ഹവറിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ COP കാൽക്കുലേറ്റ് ചെയ്യാനാണ്. COP അല്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻപുട്ട്, അതായത് റേറ്റിംഗ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്, പവർ റേറ്റിംഗ് ഓഫ് ദി മോട്ടർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഇൻപുട്ട് കാണും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് COP തന്നിട്ടുണ്ട്. COP എത്ര ഇവിടെ തന്നിരിക്കുന്നത്? നമുക്ക് 3.2 തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് തന്നിരിക്കുന്നത് 85% എഫിഷ്യൻസി, ഇലക്ട്രോ മെക്കാനിക്കൽ എഫിഷ്യൻസി 85% തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3.2 COP. സോ COP എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? ആക്ച്വലി COP വിച്ച് ഈസ് ഈക്വൽ ടു ദ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ്. നമ്മളോട് പവർ റേറ്റിംഗ് കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. പക്ഷേ ഈ W എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ W നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. W ഈസ് ഈക്വൽ ടു എന്താണ്? റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡഡ് ബൈ COP ചെയ്താൽ മതി. ഓക്കെ, റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡഡ് ബൈ COP. refrigerating effect divided by COP which gives the work actually. Okay, അതായത് കംപ്രസറിൻ്റെ വർക്ക് കിട്ടുന്നു. സോ ആ കംപ്രസറിൻ്റെ വർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 79.93 കിലോ വാട്ട്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ 79.93 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി, ഇലക്ട്രോ മെക്കാനിക്കൽ എഫിഷ്യൻസി 85% നമുക്ക് തന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 94.03 കിലോ വാട്ട് ഇടും. സോ ദാറ്റ് വിൽ ബി ദ പവർ റേറ്റിംഗ് ഫോർ എ കംപ്രസർ മോട്ടർ ആക്ച്വലി. സോ ഐ ഹോപ്പ് ദിസ് പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, റൈറ്റ്. സോ വിൽ ഗോ ഫോർ ദി നെക്സ്റ്റ് പ്രോബ്ലം. So in this problem, example 4. So in this problem, an ice is making plant which produces 1000 kilogram of ice per day at a minus 10 degrees centigrade from water available at 25 degrees centigrade. The refrigerating system consumes 2.5 kilowatts of the power which is supplied from a thermal power plant. If the thermal plant has a specific coal consumption of the 0.21 kilogram per second per megawatt, make the calculation for coefficient of performance based on the power and heat from coal, and the second one ice production per kilogram of kilogram. സോ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് ഈ എക്സാമ്പിൾ 4 എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു ഐസ് മേക്കിംഗ് പ്ലാന്റ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 1000 കിലോഗ്രാം, ഓക്കെ, 1000 കിലോഗ്രാം ഓഫ് ഐസ് പെർ ഡേ ആണ്. അത് -10 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള ഐസാണ്. അതിൽ വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ സിസ്റ്റം, റെഫ്രിജറേഷൻ സിസ്റ്റം കൺസ്യൂം ചെയ്യുന്നത് 2.5 കിലോ വാട്ട്സ് ഓഫ് പവർ വിച്ച് ഈസ് സപ്ലൈഡ് ഫ്രം എ തെർമൽ പവർ പ്ലാന്റ്. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യുന്ന 2.5 കിലോ വാട്ട്സ് ഓഫ് പവറിൽ ഒരു തെർമൽ പവർ പ്ലാന്റിൽ നിന്നാണ് ഇത് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പ്ലാന്റ് ഹാസ് എ സ്പെസിഫിക് കോൾ കൺസപ്ഷൻ. അപ്പോൾ അവർ തെർമൽ പ്ലാന്റ് ആയതുകൊണ്ട് അതെന്താണ്, കോളിൽ നിന്നാണ് അതിൽ നിന്ന് എനർജി എടുക്കുന്നത്. അപ്പോൾ ഈ കോളിൽ നിന്ന് അത് എടുക്കുന്ന കോൾ എമൗണ്ട് എന്ന് പറയുന്നത് 0.21 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇത്രയും കിലോഗ്രാം, അതായത് 0.21 കിലോഗ്രാം പെർ സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ കോൾ കൺസംഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദി പവർ ആൻഡ് ഹീറ്റ് ഫ്രം കോൾ. അതായത് എന്താണ് COP, പവറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള COP എന്താണ്, അതുകൂടാതെ ഈ തെർമൽ ഹീറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലേ, ആ ഹീറ്റ് ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്ന, അതായത് കോളിൽ നിന്ന് കിട്ടുന്ന ഹീറ്റിനെ വെച്ചിട്ടുള്ള COP. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എത്രയാണ് ഈ ഒരു കിലോഗ്രാം ഓഫ് ഐസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, അതായത് ഒരു കിലോഗ്രാം ഓഫ് കോൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പെർ കിലോഗ്രാമിൽ നിന്ന് എത്ര കിലോഗ്രാം ഓഫ് ഐസ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ,
യെസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിലെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് ആദ്യം അറിയണം. അതായത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇന്നൊരു വേർഡ് നമ്മൾ ടോട്ടലി ഒരു പ്ലാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വേണ്ട എത്ര ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടതിൽ എത്ര ഹീറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ടെമ്പറേച്ചറിൽ അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൗ മച്ച് ഹീറ്റ് വി ഹാവ് ടു റിമൂവ് ഫ്രം ദാറ്റ് ആക്ച്വലി. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്കിവിടെ തന്നിരിക്കുന്നത് ആസ് പെർ ദി ഏർലിയർ സെറ്റ് 25 ഡിഗ്രി ടെമ്പറേച്ചറുള്ള വാട്ടർ, ആ വാട്ടറിൽ നിന്ന് -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള -10 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ഐസിലേക്ക് മാറ്റും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് വി നോ ദാറ്റ് ദർ വിൽ ബി 3 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് എക്സാക്ട്ലി 25 നിന്ന് 0 ഡിഗ്രി വാട്ടർ. രണ്ടാമത്തെ സ്റ്റേജ് 0 ഡിഗ്രി വാട്ടറിൽ നിന്ന് 0 ഡിഗ്രി ഐസ്. മൂന്നാമത്തെ സ്റ്റേജ് 0 ഡിഗ്രി ഐസിൽ നിന്ന് -10 ഡിഗ്രി ഐസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ 3 സ്റ്റേജ് ആദ്യം ചെയ്യണം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ആകെ ഒരു ഡിഫറൻസ് നേരത്തെ തന്നൊരു പ്രോബ്ലമായിട്ട് തന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ 2000 കിലോഗ്രാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ 1000 കിലോഗ്രാമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മാസ് ഈസ് 1000. സോ ടോട്ടൽ ഹീറ്റ് റിമൂവൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റിമൂവൽ ഓഫ് ഹീറ്റ് ആക്ച്വലി 4.18, അതായത് CP ഓഫ് എക്സാക്ട്ലി ഇവിടെ ഒരു കാര്യം കൂടെ കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പെർ കിലോഗ്രാം ഓഫ് ഐസ് ആണ് ഇവർ ആദ്യം ചോദിക്കുന്നത്. അതായത് ഈ ഒരു ടെമ്പറേച്ചറിൽ നിന്ന് 1 കിലോഗ്രാം ഐസ് ഉണ്ടാക്കാൻ വേണ്ട റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ആണ് ആദ്യം ഇവർ നോക്കുന്നത്. ഓക്കെ, ഈ 1000 കിലോഗ്രാം ഓഫ് ഐസിന് വരെ ആദ്യം ഇവർ നോക്കുന്നത് പെർ കിലോഗ്രാം ഓഫ് ഐസ് ഉണ്ടാക്കാനായിട്ട് എത്ര റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നമുക്ക് വേണം എന്നുള്ളതാണ്. അതായത് 25 ഡിഗ്രി ഓഫ് വാട്ടറിൽ നിന്നും -10 ഡിഗ്രി ഓഫ് ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് ടോട്ടൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പെർ കിലോഗ്രാം ഐസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ പെർ കിലോഗ്രാം ഓഫ് ഐസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മാസ്. സോ M ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് CP ഓഫ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ T ഓഫ് വാട്ടർ പ്ലസ് L പ്ലസ് CP ഓഫ് ഐസ് ഇൻറ്റു ഡെൽറ്റ T ഓഫ് ഐസ്. എന്നിട്ട് ഇത്രയും നിലയിൽ നമ്മൾ മാസ് എന്ന് പറയുന്നത് ആക്ച്വലി 1 കിലോഗ്രാം ആണ്. സോ ദാറ്റ് ഈസ് വൈ ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചിട്ടില്ല നിങ്ങൾക്ക്. ഇപ്പോൾ 1 കിലോഗ്രാം ഓഫ് ഐസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ അതെന്ന് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ഇവിടെ ടോട്ടലി കിട്ടിയിരിക്കുന്നത് ഏകദേശം 460.5 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ, 460.5 കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ ഈ ഒരു അത്രയും ഐസിനെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 1000 കിലോഗ്രാം ഓഫ് ഐസ് പെർ ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. 1000 കിലോഗ്രാം ഓഫ് ഐസ് പെർ ഡേ. അപ്പോൾ ഒരു ദിവസത്തിലാണ് നമ്മൾ 1000 കിലോഗ്രാം ഓഫ് ഐസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെർ കിലോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 460.5 കിലോ ജൂൾ ഓഫ് ഹീറ്റാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അതായത് 1 കിലോഗ്രാം ഓഫ് ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ ഏകദേശം ടോട്ടലി പെർ ഡേയിൽ എത്രയാവും നമുക്ക് നോക്കാം. സോ 460.5 ഇൻറ്റു 1000, അതായത് 1000 ഉണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. സോ 1000 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 3600. സോ ഏകദേശം പറയുകയാണെങ്കിൽ 5.33 കിലോ ജൂൾ പെർ സെക്കൻഡ്. ദിസ് മീൻസ് ദാറ്റ് 1000 കിലോഗ്രാം ഓഫ് ഐസ് ഒരു പെർ ഡേയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 5.33 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഹീറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതായത് ഒരു സെക്കൻഡിൽ 5.33 കിലോ ജൂൾസ് ഓഫ് ഹീറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം പെർ സെക്കൻഡിൽ. ഓക്കെ, സോ 5.33 കിലോ ജൂൾസ് ഓഫ് ഹീറ്റിനെ പെർ സെക്കൻഡിൽ റിമൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? 1000 കിലോഗ്രാം ഓഫ് ഐസ് പെർ ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞു. സോ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ COP കാണണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ നമ്മളിൽ പറഞ്ഞിരിക്കുന്നത് 5.33 കിലോ ജൂൾ പെർ സെക്കൻഡിൽ നമുക്ക് ഹീറ്റ് റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് COP. അപ്പോൾ COP എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡ് ബൈ പവർ ഇൻപുട്ട് ആണ്. ഇവിടെ പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 2.5 കിലോ വാട്ടാണ് ഇൻപുട്ട് പവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എത്രയാണ്? 5.33. സോ ദാറ്റ് മീൻസ് 5.33 കിലോ വാട്ട്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, 1 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 കിലോ വാട്ടാണ്. 1 കിലോ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 കിലോ വാട്ടാണ്. മറക്കരുത്. ഓക്കെ, റൈറ്റ്.
സോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 5.33 ഡിവൈഡഡ് ബൈ 2.5 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2.13 ആണ്. സോ അതായത് പവർ, അതായത് ബേസ്ഡ് ഓൺ ദ പവറിൽ നമുക്ക് കിട്ടുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ പവറിൽ നമുക്ക് കിട്ടുന്നത് 2.13 ആണ്. ക്ലിയർ? ഇനി നമ്മളോട് ബേസ്ഡ് ഓൺ ഹീറ്റ് ആണ് ആക്ച്വലി അടുത്ത് ചോദിക്കുന്നത്. സോ ബേസ്ഡ് ഓൺ ഹീറ്റിൽ നമുക്ക് കിട്ടണമെങ്കിൽ പവർ കൺസപ്ഷൻ ഇൻ ടു, ഇവിടെ നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ഫ്രം കോൾ, ആ കോളിൽ നിന്ന് എത്രയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹീറ്റിംഗ് വാല്യൂ ഓഫ് കോൾ എന്ന് പറയുന്നത് 15,500 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതായത് ഒരു കിലോഗ്രാമിൽ 15,500 കിലോ ജൂൾസ് നമുക്ക് കോൾ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഹീറ്റിംഗ് വാല്യൂ ഇത്രയും ഉണ്ടായിരിക്കും. ഓക്കെ. രണ്ടാമത് നമ്മളോട് ഇവിടെ എടുക്കുന്ന നമ്മുടെ കൺസപ്ഷൻ എന്ന് പറയുന്നത് 0.21 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് മറ്റേലേക്ക് പോകാം. അപ്പോൾ നമ്മളോട് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ഫ്രം കോൾ, ആ കോളിൽ നിന്ന് കിട്ടുന്ന ഹീറ്റിൽ നിന്ന് എത്രയാണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കിട്ടുന്നത്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹീറ്റ് ഇൻപുട്ട് ഫ്രം കോൾ ആക്ച്വലി. സോ ഹീറ്റ് ഇൻപുട്ട് ഫ്രം കോൾ എന്ന് പറയുന്നത് എത്രയാണ് ഹീറ്റ് ഇൻപുട്ട് കിട്ടുന്നത് നമുക്ക്? പവർ കൺസപ്ഷൻ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോൾ കൺസപ്ഷൻ ഇൻറ്റു ഹീറ്റിംഗ് വാല്യൂ ഓഫ് കോൾ. സോ പവർ കൺസപ്ഷൻ നമ്മൾ നേരത്തെ കണ്ടു 2.5 ആണ് ആക്ച്വലി. സോ 2.5 കിലോ വാട്ട് ആണ്. അപ്പോൾ വാട്ട്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 1000 ഇൻറ്റു 0.21 ഇൻറ്റു 15,000, ദാറ്റ്സ് ഈക്വൽ ടു 8.137 കിലോ ജൂൾസ് പെർ സെക്കൻഡ് ആക്ച്വലി. ഓക്കെ, യെസ്. അപ്പോൾ 8.13 കിലോ ജൂൾ പെർ സെക്കൻഡ് ഓഫ് എന്താണ് ഹീറ്റ് ഇൻപുട്ട് ഉണ്ട് നമുക്ക് ഇതിലേക്ക്. ഇനി അതിൻ്റെ COP എന്താണ്? COP എന്ന് പറയുന്നത് നമുക്കറിയാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് ആണ്, ഹീറ്റ് ഇൻപുട്ട്. സോ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ 8.137. സോ ദാറ്റ് ബിക്കംസ് COP എന്ന് പറയുന്നത് 0.655 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ COP എത്ര കിട്ടുന്നത്? 0.655 ഫ്രം ഹീറ്റ് ഇൻപുട്ട് നിന്ന് കിട്ടുന്നത്. പവർ ഇൻപുട്ട് നിന്ന് എത്ര നേരത്തെ കിട്ടിയത്? 2 കിട്ടി. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പെർ കിലോഗ്രാം ഓഫ് കോൾ കൺസപ്ഷൻ. അതായത് ഒരു കിലോഗ്രാം ഓഫ് കോൾ കൺസംഷനിലൂടെ എത്ര റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു COP ബേസ്ഡ് ഓൺ കോൾ യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്ത COP ഇൻറ്റു ഹീറ്റിംഗ് വാല്യൂ എടുത്താൽ പോരെ? യെസ്. സോ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു COP ബേസ്ഡ് ഓൺ ദ കോൾ യൂസ് എത്രയാണ്? 0.655 ഇൻറ്റു ഹീറ്റിംഗ് വാല്യൂ ഓഫ് കോൾ എത്രയാണ്? 15,500 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സോ 10,152.5 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് കോൾ. ഒരു കിലോഗ്രാം ഓഫ് കോളിൽ നിന്ന് നമുക്ക് 10,152.5 റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, അതായത് ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. നൗ ദെൻ ഐസ് പ്രൊഡക്ഷൻ പെർ കിലോഗ്രാം ഓഫ് കോൾ. അപ്പം ഇത്രയും കോളിൽ നിന്ന് ഇത്രയും ഹീറ്റ് എനർജി കിട്ടണമെങ്കിൽ അത് ഡിവൈഡഡ് ബൈ നമ്മളുടെ 460.5. അപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, 460.5 എന്താണ് ആക്ച്വലി? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 460.5 എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ഓഫ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഹീറ്റിംഗ് വാല്യൂ ആണ് നമ്മൾ എന്ന് പറയുന്നത് 460.5 എന്ന് പറയുന്നത്. ഒരു കിലോഗ്രാം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പെർ കിലോഗ്രാം ഓഫ് ഐസ് ആണ് 460.5 എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഐസ് പ്രൊഡക്ഷൻ പെർ കിലോഗ്രാം ഓഫ് കോൾ. ഒരു കിലോഗ്രാമിൽ നിന്ന് എത്ര ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പെർ കോൾ കൺസംഷനിലൂടെ എത്ര റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടിയോ അത് ഡിവൈഡഡ് ബൈ ഐസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എത്രയാണ്, ആ ഹീറ്റ് എത്രയാണ് വേണ്ടത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? സോ ദാറ്റ് ഈസ് വൈ 22.05 കിലോഗ്രാം ഓഫ് ഐസ് കിട്ടുന്നു പെർ കിലോഗ്രാം ഓഫ് കോളിൽ നിന്ന്. ഓക്കെ, 22.05 കിലോഗ്രാം ഓഫ് ഐസ് നമുക്ക് ലഭിക്കുന്നു പെർ കിലോഗ്രാം ഓഫ് കോളിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഐ ഹോപ്പ് ദിസ് ഇസ് ഇനഫ് ഫോർ യു. ഇന്ന് ഏകദേശം 24 മിനിറ്റ്സ് ആയി. കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് റിവേഴ്സ് കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് പഠിക്കാം. എന്താണ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ? നിങ്ങൾ മുമ്പ് പഠിച്ചുള്ളൊരു കാര്യം തന്നെയാണ് ഈ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, സോ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, സോ റെഫ്രിജറേറ്റേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹീറ്റ് പമ്പ്സ് എന്ന് പറയുന്നത് ആക്ച്വലി റിവേഴ്സ്ഡ് ഹീറ്റ് എൻജിൻസ് ആണ്. റിവേഴ്സ് ഹീറ്റ് എൻജിൻസ്. Okay, so they operate a backward and
have a heat and work interactions opposite to that of heat engine. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എഞ്ചിൻസിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളുടെ ഫ്ലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വർക്കിനും നമ്മൾ വർക്ക് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു സ്പേസിൽ നിന്ന് നമ്മൾ ആ ഹീറ്റിനെ എടുത്ത് തിരിച്ച് വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറ്റിനെ നമുക്ക് തരുന്നതാണ്. എന്നാൽ ഈ ഹീറ്റിനെ ഒഴിവാക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഈ ഒരു എഞ്ചിൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്നതിനെ ശരിക്കും പറഞ്ഞാൽ റിവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. So heat at lower temperature is removed and rejected at a higher temperature, and the task is accomplished by supplying some work to the system. So that is actually the refrigerator അല്ലെങ്കിൽ ഹീറ്റ് പമ്പ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ പ്രകാരം സൈക്കിൾസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു PV ഡയഗ്രാം അതുപോലെ തന്നെ ഒരു TS ഡയഗ്രാം തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നിരിക്കുന്നത് TS ഡയഗ്രാമാണ്, രണ്ടാമത് തന്നിരിക്കുന്നത് PV ഡയഗ്രാമാണ്. സോ ബേസ്ഡ് ഓൺ ദി സൈക്കിൾ നമുക്ക് ഇവിടെ 4 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് സൈക്കിൾ, അതായത് നമുക്ക് ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രോസസ്സുകൾ ഉണ്ടാകും, ഓരോ പ്രോസസ്സുകൾ നമുക്ക് നടക്കാറുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സുകൾ ഉപയോഗിച്ചിട്ടാണ്, ഈ ഓരോ പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വർക്ക് നടക്കുന്നത് ആക്ച്വലി. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത് മെയിൻലി ഒരു 4 ടൈപ്സ് ഓഫ് പ്രോസസ്സിലാണ്. ഒന്ന് ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പ്രോസസ്സ് 1 to 2 നിന്ന് തുടങ്ങാം. ഓക്കെ, സോ ഇവിടെ 4 കോമൺസ് നമ്മൾ തിരിച്ചിട്ടുണ്ട്, 1 2 3 4 എന്ന് പറഞ്ഞ 4. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് DS ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം, TS ഡയഗ്രാം എടുക്കാം. ഈ TS ഡയഗ്രത്തിലും അതുപോലെ തന്നെ PV ഡയഗ്രത്തിലും മെയിൻലി 4 ടൈപ്പ് ഓഫ് പ്രോസസ്സുകളാണ്. ഒന്ന് ഫസ്റ്റ് 1 to 2 എന്ന് പറയുന്നത് അഡയാബാറ്റിക് കംപ്രഷനാണ്. അഡയാബാറ്റിക് കംപ്രഷൻ 1 to 2 എന്ന് പറയുന്നത് അഡയാബാറ്റിക് കംപ്രഷനാണ്. ഓക്കെ, ഈ കംപ്രഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ കംപ്രഷൻ ഓഫ് എയർ വിത്ത് എൻ എയ്ഡ് ഓഫ് എക്സ്റ്റേണൽ പവർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എയർ റെഫ്രിജറേഷൻ സൈക്കിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എയർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫീൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയറിനെ ഉപയോഗിക്കാം. സോ കംപ്രഷൻ ഓഫ് എയർ വിത്ത് ദ എയ്ഡ് ഓഫ് ജനറൽ പവർ. സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു പവർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കംപ്രസ് ചെയ്യണം, ആക്ച്വലി എയറിനെ കംപ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് അഡയാബാറ്റിക് കംപ്രഷൻ, നമ്മൾ കംപ്രഷൻ ചെയ്യാണ്. സോ എന്തുകൊണ്ടാണ് അഡയാബാറ്റിക് എന്ന് പറയുന്നത്? അഡയാബാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, കംപ്രഷൻ. സോ അവിടെ ദ ടെമ്പറേച്ചർ ഓഫ് ദി എയർ എന്ന് പറയുന്നത് റൈസ് ചെയ്യാണ്. കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുകയാണ്. സോ ദാറ്റ് ഈസ് T2 to T1. ഓക്കെ, യെസ്, T1 ലോവർ ടെമ്പറേച്ചറാണ്, T2 ഹയർ ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ അവിടെ കൂടുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ T2 to T1. T2 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചർ. നിങ്ങൾക്ക് ഇവിടെ TS ഡയഗ്രത്തിൽ അത് കാണാൻ പറ്റും, ടെമ്പറേച്ചർ മാത്രമേ അവിടെ ചേഞ്ചസ് സംഭവിക്കുന്നുള്ളൂ. പക്ഷേ PV ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ആക്ച്വലി നമുക്ക് ഇവിടെ 1ൽ നിന്ന് 2ലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രഷർ ഈസ് ഇൻക്രീസസ് ആക്ച്വലി. ഓക്കെ, പ്രഷർ ഈസ് ഇൻക്രീസസ്, ദ വോളിയം ഈസ് ഡിക്രീസസ്. ആൻഡ് ദി സെക്കൻഡ് ടു തേർഡ് ആക്ച്വലി, അതായത് 2ൽ നിന്ന് 3ലേക്കുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഐസോതെർമൽ കംപ്രഷനാണ് ആക്ച്വലി. ആദ്യത്തത് അഡയാബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ രണ്ടാമത്തത് ഐസോതെർമൽ കംപ്രഷനാണ് ആക്ച്വലി. അതായത് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസോതെർമൽ, തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ അവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആവുകയാണ്. ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിട്ട് അവിടെ പ്രഷറിനും വോളിയത്തിനും ഒരു വലിയ ചേഞ്ച് സംഭവിക്കുകയാണ്. What happened to the pressure is also increases and the temperature. Here you can see that ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് കാണാം, ഇതിൽ 2 to 3 എന്ന് പറയുന്നതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. സോ ദ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1, ബട്ട് ദി പ്രഷർ ഈസ് ഇൻക്രീസസ്. ഓക്കെ, പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് വോളിയം ഈസ് ഓൾസോ എന്താ സംഭവിക്കുന്നത്, വോളിയം ഈസ് ഓൾസോ ഡിക്രീസസ്. ഓക്കെ, വോളിയം കുറയുന്നു. So volume is decreases and the pressure is increases actually. ഓക്കെ, നേരത്തെ കേസിലും വോളിയം കുറയാണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ പക്ഷേ വളരെ ഡ്രാസ്റ്റിക്കലായിട്ടാണ് കൂടുന്നത്, അതായത് പ്രഷർ വളരെ ഹൈ ലെവലിലേക്ക് കൂടുന്നു, വോളിയം വളരെയധികം കുറയുന്നു. ഇനി അടുത്ത 3 to 4 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് 3 to 4 എന്ന് പറയുന്ന സ്റ്റേജ്. ഓക്കെ, 3 to 4 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കാണാം ഇവിടെ ടെമ്പറേച്ചർ ഈസ് ഡിക്രീസസ് ആക്ച്വലി ഫ്രം T1 to T2. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ആക്ച്വലി അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അഡയാബാറ്റിക് എക്സ്പാൻഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം 3 to 4ലേക്ക് എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ ഈസ് ഡിക്രീസസ്. സോ പ്രഷർ ഈസ് ഡിക്രീസസ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു വോളിയം, വോളിയം ഈസ് ഇൻക്രീസസ് ആക്ച്വലി. ഓക്കെ, സോ വോളിയം ഈസ് ഇൻക്രീസസ് ആൻഡ് പ്രഷർ ഈസ് ഡിക്രീസസ്. സോ ദാറ്റ് ഈസ് 3 to 4 ആക്ച്വലി. ഇനി 4ൽ നിന്ന് 1ലേക്ക് വരുന്നത്,
അപ്പോൾ അത് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ സ്റ്റേജ് കഴിഞ്ഞു. ഇനി 4 to 1 എന്ന് പറയുന്നതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഐസോതെർമൽ. സോ തെർമൽ ഐസോ മീൻസ് ഐസോതെർമൽ എന്ന് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. 4 to 1 you can see that there is a constant temperature, that is 4 to 1 T2 ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇവിടെ 4 to 1 കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ് അവിടെ നടക്കുന്നത്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് ഇത് പോകുന്നത്. ഇനി അടുത്തത് വീണ്ടും ഇതേ പ്രോസസ്സിന് 1 to 2ലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ ഈ ഒരു 4 പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ 1 to 2 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. 2 to 3 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഇപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 4 to 1 എന്ന് പറയുന്ന ഈ സ്റ്റേജ്, 4 to 1 എന്ന് പറയുന്ന സ്റ്റേജ് Q2 എന്ന് പറയുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Q2 യു ക്യാൻ സീ ദാറ്റ് ഹിയർ Q2 ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് നമ്മൾ ഈ ഒരു എയർ കണ്ടീഷണർ അല്ലെങ്കിൽ ഒരു AC നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ Q2 എന്ന് പറയുന്ന ഹീറ്റാണ് നമ്മൾ റൂമിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഹീറ്റ്. ആ ഹീറ്റിനെ അത് വലിച്ചെടുത്തിട്ട് നമ്മൾ സിസ്റ്റം എടുക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിനകത്തേക്ക് Q2 എന്ന് പറയുന്ന ഹീറ്റിനെ എടുത്തു. ഇനി 2 to 3 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ സ്റ്റേജിൽ ആ ഹീറ്റിനെ അത് പുറത്തേക്ക് റിമൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് കംപ്രസർ. ഓക്കെ, അതായത് കംപ്രസർ അതുപോലെ തന്നെ കണ്ടൻസർ. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജുകൾക്കും നമ്മൾ ഓരോ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ 1 to 2 എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കംപ്രസറാണ്. ഓക്കെ, കംപ്രസറാണ്. അതുപോലെ 2 to 3 എന്ന് പറയുന്നത് കണ്ടൻസറാണ്. അതുപോലെ തന്നെ 3 to 4 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഡിവൈസ്. അതുപോലെ തന്നെ 4 to 1 എന്ന് പറയുന്നത് ഇവോപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഈ VCR സിസ്റ്റത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ബട്ട് എനിവേ ഐ വിൽ എക്സ്പ്ലെയിൻ. 4 to 1 എന്ന് പറയുന്നത് നമ്മൾ ഇവോപ്പറേറ്റർ, അതായത് നിങ്ങൾക്ക് റൂമിൻ്റെ അകത്ത് AC ഉണ്ടെങ്കിൽ AC പാർട്ട്, നിങ്ങളുടെ റൂമിൻ്റെ അകത്തുള്ള AC സ്പ്ലിറ്റ് AC ആണെങ്കിൽ അതിൽ AC പാർട്ട് ഇൻസൈഡ്, അതിനെയാണ് നമ്മൾ ഇവോപ്പറേറ്റർ എന്ന് പറയുന്നത്. ആ ഇവോപ്പറേറ്റർ റൂമിൻ്റെ അകത്തുള്ള ഹീറ്റ് Q2 ഹീറ്റിനെ സെക്ക് ചെയ്തെടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. Q2 എന്ന് പറയുന്ന ഹീറ്റിനെ സിസ്റ്റത്തിലേക്ക് വലിച്ചെടുക്കുകയാണ്. ഇനി അടുത്തത് ഈ ഹീറ്റിനെ എന്ത് ചെയ്യും, നമ്മുടെ അകത്തുള്ള നമ്മുടെ ശരിക്കും റെഫ്രിജറൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ആ റെഫ്രിജറൻറ്റിൻ്റെ സ്റ്റേജ് മാറും. അങ്ങനെ അത് ഹീറ്റഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ്, വേപ്പറായിട്ടുള്ള റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, കംപ്രസറിലേക്ക് കൊടുക്കണം. അതാണ് 1 to 2 എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നത് കംപ്രസറിലാണ്. അപ്പോൾ അത് കംപ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് കൂടും. സോ ദാറ്റ് ഇസ് വൈ ദ ടെമ്പറേച്ചർ ഇസ് T2 to T1ലേക്ക് മാറുന്നു. അതിനെ നമ്മൾ പറയുന്നത് അഡിയാബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. അത് ശരിക്കും ഒരു കംപ്രസർ യൂസ് ചെയ്ത് നല്ലോണം കംപ്രസ് ചെയ്യാണ് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, കംപ്രസറിൽ എന്താ ചെയ്യുന്നത്, വോളിയം ഈസ് ഡിക്രീസസ്, പക്ഷേ അവിടെ പ്രഷർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നമ്മൾ ആ ഹീറ്റിനെ, അതായത് ആ ഒരു റെഫ്രിജറൻറ്റ് ലഭിച്ച ഹീറ്റിനെ അതിന് പുറത്തേക്ക് കളയാണ്. സോ അതാണ് അവിടെ കണ്ടൻസറിൽ സംഭവിക്കുന്നത്. ഓക്കെ, കണ്ടൻസറിൽ സംഭവിക്കുന്നത് ആ ഹീറ്റിനെ പുറത്തേക്ക് കളയുക. സോ ദാറ്റ് ഈസ് ഹീറ്റ് എന്ന് പറയുന്നത് ഇവിടെ Q1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ Q1 ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ Q1 എന്നുള്ള ഈ ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് കളയുന്നു. ആ ഹീറ്റ് എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് എടുത്ത് ആ ഹീറ്റിനെ അത് പുറത്തേക്ക് കളയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിനെ ഒരു കോൺസ്റ്റൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ 2 to 3 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാണ് ടെമ്പറേച്ചറിനെ. ഇനി അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും, പെട്ടെന്ന് എക്സ്പാൻഷൻ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അവിടുത്തെ പ്രഷർ കുറയുന്നു. അതുകൂടാതെ എന്ത് സംഭവിക്കുന്നു, അത് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വോളിയം കൂടും. ഓക്കെ, ഗ്യാസ് സ്റ്റേജിലേക്ക് അത് മാറാണ് ചെയ്യുന്നത്. അതായത് അതൊരു കൂൾ ലിക്വിഡായി അങ്ങനെ അതിൻ്റെ ആ ലിക്വിഡിനെ വീണ്ടും ചെയ്യും നമ്മളെ ഇവോപ്പറേറ്ററിലേക്ക് അയക്കാൻ വേണ്ടി നമ്മൾ റെഡി ആയി വെക്കുന്നതാണ് 3 to 4 എന്ന് പറയുന്നത്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്താ VCR സിസ്റ്റത്തിലേക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, നൗ ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു ഫിഗറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ഓരോ പ്രോസസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. 1 to 2, 2 to 3, 3 to 4, അതുപോലെ തന്നെ 4 to 1 എന്ന് പറയുന്ന ഓരോ പ്രോസസ്സുകളെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ്, നമ്മൾ ഹീറ്റിനെ അബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ് Q2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അവിടുത്തെ T2 എന്ന് പറയുന്നത് T2 into ds, അതായത് നമുക്ക് ടെമ്പറേച്ചർ ഇൻറ്റു അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ആ ഹീറ്റിൻ്റെ ഉണ്ടാകുന്ന എത്രയാണ് എൻട്രോപ്പി, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് Q2 എന്ന് പറയുന്നത്, ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ്. അതുപോലെ ഹീറ്റ് റിജക്റ്റഡ് ആണ് Q1. സോ ദാറ്റ്സ് ഈക്വൽ ടു T1 into ds. ഇവിടെ തന്നിരിക്കുന്നത് T2 എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിട്ടാണ്. സോ ആക്ച്വലി T2 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് T2 ആണ്, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. T2 മൈനസ് T1 ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് കാരണം നമുക്കിവിടെ എഴുതുമ്പോൾ ഒരു ദാറ്റ് ഇസ് എ പ്രോബ്ലം. സോ ദാറ്റ് ഇസ് വൈ റൈറ്റിംഗ് മെത്തേഡിൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 2ഉം അതുപോലെ തന്നെ 1ഉം സഫിക്സ് ആണ് ഓക്കെ.
right. So heat abstracted, that is Q2 എന്ന് പറയുന്നത് ആക്ച്വലി, so Q2 is equal to T2 into ds. ഓക്കെ, അതുപോലെ തന്നെ Q1 is equal to T1 into ds. ഇനി ഇതിൽ കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കേണ്ട വർക്ക് എന്ന് പറയുന്നത് ശരിക്കും ആ വർക്ക് ഇൻപുട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ്. സോ ദാറ്റ് ഈസ് T1 മൈനസ് T2 ഇൻറ്റു ഡി എസ് ആക്ച്വലി. ഓക്കെ, ഈ ഫോർമുല ഓർത്ത് വയ്ക്കാം, T1 മൈനസ് T2 ഇൻറ്റു ഡി എസ് ആക്ച്വലി. ഇനി നമുക്ക് COP ഓഫ് റെഫ്രിജറൻറ്റും അതുപോലെ തന്നെ COP ഓഫ് ഹീറ്റ് പമ്പിനെ കുറിച്ചും പഠിക്കാം. COP ഓഫ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ് അറ്റ് ലോവർ ടെമ്പറേച്ചർ വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. അതുപോലെ തന്നെ ഹീറ്റ് പമ്പിൻ്റെ കേസിൽ COP എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് ആണ്. സോ ഒന്ന് ഹീറ്റ് അബ്സ്ട്രാക്റ്റഡ് ആണ്, രണ്ട് ഹീറ്റ് റിജക്റ്റഡ് ആണ് ആക്ച്വലി. അബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അറ്റ് ലോവർ ടെമ്പറേച്ചർ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്, യെസ് T2 ഇൻറ്റു ഡി എസ് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട് എന്താണ് T1 മൈനസ് T2 ഇൻറ്റു ഡി എസ്. രണ്ടിലും വർക്ക് ഇൻപുട്ട് സെയിം ആണ്, T1 മൈനസ് T2 ഇൻറ്റു ഡി എസ് തന്നെയാണ്. സോ T2 ഡി എസ് ഡിവൈഡ് ബൈ T1 മൈനസ് T2 ഇൻറ്റു ഡി എസ്. ഇനി T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2, ദാറ്റ് ഇസ് ഡി എസും ഡി എസും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാം. സോ T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, T2നെ കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ T1 ബൈ T2 മൈനസ് 1. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എഴുതാം റെഫ്രിജറൻറ്റിനെ. അതുപോലെ ഹീറ്റ് പമ്പിൽ എടുക്കുകയാണെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. ഹീറ്റ് റിജക്റ്റഡ് എത്രയാണ്, T1 ഇൻറ്റു ഡി എസ്. സോ T1 ഡി എസ് ഡിവൈഡ് ബൈ T1 മൈനസ് T2 ഇൻറ്റു ഡി എസ്. ഡി എസ് ക്യാൻസൽ ചെയ്ത് പോകുന്നു, T1 ഡിവൈഡ് ബൈ T1 മൈനസ് T2. സോ ദാറ്റ്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് T2 ബൈ T1. ഈ രണ്ട് ഫോർമുല ആലോചിക്കുക, ഈ രണ്ട് ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 ഡിവൈഡ് ബൈ T1 ബൈ T2 മൈനസ് 1 ഫോർ ദി COP ഓഫ് റെഫ്രിജറൻറ്റ്. അതുപോലെ തന്നെ ഹീറ്റ് പമ്പിൻ്റെ കേസിൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ഫോർ യു ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇതിനെ റിലേറ്റഡ് ആയ COPനെ, അതായത് നമ്മുടെ കാർനോട്ട് ഡിവൈസസിനെ കുറിച്ചുള്ള, അതായത് കാർനോട്ട് സൈക്കിളിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈക്കിൾസിനെ കുറിച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തേക്ക് ദിസ് ഈസ് ഇനഫ്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.